ഹലോ നമസ്കാരം, ഞാൻ രമേശ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ മെട്രോ സ്റ്റേഷന് വളരെ അടുത്ത്, വെറും 2.5 കിലോമീറ്ററിനുള്ളിൽ ആലുവ UC കോളേജിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. നാലേ മുക്കാൽ സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് ഇത്. UC കോളേജിൽ നിന്നും വെറും വാക്കബിൾ ഡിസ്റ്റൻസിൽ മാത്രമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് സ്റ്റോപ്പ് വളരെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വീടിനെ ഉടമ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആയിരിക്കും. നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ മുന്നിലായി ടൈൽ പാക്കി മനോഹരമാക്കിയിട്ടുള്ള അതിവിശാലമായ ഒരു റോഡാണ് ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത്. മനോഹരമായ ഒരു ചുറ്റുമതിലോട് കൂടി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റും കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2 വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെയായി ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കവേർഡ് കാർപോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പിൻഭാഗത്തായി ഏതൊരു കാലാവസ്ഥയിലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ൽ ആലുവ പ്രദേശം മുഴുവൻ പ്രളയത്തിനടിയിലായപ്പോൾ പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത തൂണുകളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി തീർത്തിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് ഫ്രണ്ട് ഡോറായി കൊടുത്തിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഈ ഭാഗത്തായി ഒരു ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു പാർട്ടീഷൻ കൊടുത്ത് ഡിസൈൻ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഷെൽഫുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഏരിയ ഇവിടെയുണ്ട്. ലിവിംഗ് ഏരിയയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും ഇടയിലായി ഇവിടെ മനോഹരമായ ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ TV യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത, ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും നിന്നാൽ ഇവിടെ വെച്ചിരിക്കുന്ന TV ഈ 2 ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ കൊടുത്ത് ഇവിടെ ഷെൽഫുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. LED ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇതിനടിയിൽ ഇൻവെർട്ടറുകൾ വയ്ക്കുന്നതിനും മറ്റ് സ്റ്റോറേജ് ഏരിയ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇവിടെയാണ് താഴ്ച നിലയിലെ 1ാമത്തെ ബെഡ്റൂം. വാർഡ്രോബുകൾ മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ളതും ഇവിടെയും ധാരാളം സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്ത് ഇതിനു മുകളിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിനും ബുക്കുകൾ വയ്ക്കുന്നതിനും ഷെൽഫുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് 1ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ മുകളിലായി സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഒരു കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇവിടെയായി ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്.
ഇവിടെയാണ് ഈ വീടിൻ്റെ മനോഹരമായ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് ഏരിയയും ഇവിടെയായി സിങ്ക് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതും താഴെയും നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു കിച്ചനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിച്ചൻ്റെ പിൻഭാഗത്തായി ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു സിങ്ക് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മിക്സി ഇതെല്ലാം യൂസ് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നതാണ്. മുകളിൽ റൂഫ് വർക്കുകൾ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. സൈഡിലും കവർ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ധാരാളം വെളിച്ചം ലഭിക്കുന്നതിന് ഇവിടെ ഒരു പർഗോള കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. മുകളിലേക്ക് പ്രവേശിച്ചാൽ ഇവിടെയായി വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു TV യൂണിറ്റും ഒരു പ്ലഗ് പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്തേതുപോലെ തന്നെ മുകളിലും സെയിം പാറ്റേണിലുള്ള ഒരു റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി കബോർഡ് വർക്കുകൾ ചെയ്ത് വാർഡ്രോബുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ഉള്ള ഒരു റൂം തന്നെയാണ് ഇവിടെ. ഈ ഭാഗത്തായി ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു വാർഡ്രോബുകൾ കൊടുത്ത് അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഭംഗിയുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ, സ്ക്വയർ ട്യൂബിൽ ഹാൻഡ് റെയിൽ കൊടുത്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡുകളിലായും ഇതിൻ്റെ വശങ്ങളിലായും ഹാൻഡ് റെയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ മറ്റുള്ള വീടുകളും മുൻഭാഗത്തുള്ള മുറ്റവും മറ്റ് റോഡുകളും എല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുള്ളത്. ഈ ഓപ്പൺ ടെറസിൽ മുകളിലായി കവേർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായി വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് പോകുന്നതിനായി ഒരു സ്റ്റെയർ കേസ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഓപ്പൺ ടെറസാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഒരു വാട്ടർ ടാങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ ആലുവ UC കോളേജിന് വളരെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് 4.25 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു പുതുപുത്തൻ വീട് തന്നെയാണ് ഇത്. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആയിരിക്കും. ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മറ്റൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.